ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കിളിമീൻ കറിയാണ് കേട്ടോ. അതിനുള്ള ചേരുവകൾ ഇവിടെ റെഡിയാണ്. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പുളിയുണ്ട്, കരിയാപ്പിലയുണ്ട്, സബോള അരിഞ്ഞതുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ശല എണ്ണ ഒഴിച്ചൊന്ന് വട്ടം ചുറ്റിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് ചൂടായി പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. ഇളക്കി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മളതിനകത്ത് സബോള കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോള കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് നന്നായി വഴന്ന് വരുമ്പോഴേക്കും നമ്മളതിനകത്ത് ശകലം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും അതിനകത്തോട്ട് കരിയാപ്പില കൂടി ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അതുകൂടി നമ്മളിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കരിയാപ്പില കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. അതിനുശേഷം എൻ്റെ 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇളക്കി നന്നായിട്ട് യോജിച്ച് വരുമ്പോഴേക്കും ഞാനിവിടെ തയ്യാറാക്കി വരുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. ആ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. തിളച്ച് വരുമ്പോഴേക്കും നമ്മളവിടെ പുളി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തിളച്ച് വരുമ്പോഴേക്കും ഇനി പുളി ആഡ് ചെയ്യുവാണ്. പുളി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി വരുന്നു. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരെയായി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടി ഉണ്ട്, അങ്ങനെ കുറച്ചായിട്ട് എല്ലാം ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ മീൻ കറിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്